ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാഗമണ്ണാണ്. വാഗമൺ പുള്ളിക്കാലം റോഡിലെ പുതിയൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷിപ്പാതാളം അല്ലേ? ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 360 ഡിഗ്രി ഫുൾ വ്യൂ ആണ്. ഈ മലയുടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു മലയുടെ മുകളാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ വന്നിരിക്കുന്നത് വാഗമൺ പുള്ളിക്കാലം റോഡിലെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വാഗമൺ പുള്ളിക്കാലം റോഡിലെ ജോസഫ് എന്ന സിനിമ പിടിച്ച സ്ഥലത്ത് തൊട്ടടുത്തായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. വളരെ ചുരുക്കം ആൾക്കാർ ഇവിടെ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ വഴിക്ക് വരുമ്പോൾ കാണുന്ന ഒരു ഷോപ്പാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഇടത്തോട്ടൊരു മണ്ണ് വഴി കയറി വരുന്നുണ്ട്. ആ വഴി കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വ്യൂ പോയിൻറ്റിൽ എത്തിച്ചേരും. അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന 360 ഡിഗ്രി ഫുള്ളൊരു വ്യൂ ആണ്. ആ വ്യൂവിൽ നമുക്ക് ഇല്ലിക്കൽ നമുക്ക് ഇവിടെ നിന്ന് ഇല്ലിക്കൻ്റെ ബാക്ക്ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ താഴേക്കാണ് നമ്മുടെ പുള്ളിക്കാലം റോഡ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് മൊത്തം 360 ഡിഗ്രി നല്ലൊരു വ്യൂ ആണ്. ചെറിയ രീതിയിലുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫുൾ മലയാണ്. ഇതിൽ മൊത്തം വഴിയുണ്ട്. അപ്പുറത്തെ മലയിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഈ പറയുന്നത് ഇതേ കാണുന്നതാണ് പക്ഷിപാതം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെ ഈ സ്ഥലം കാണിക്കാമെന്നുള്ളതുകൊണ്ടാണ് നമ്മളിതിൻ്റെ വീഡിയോ എടുത്തിരുന്നത്. എല്ലാ എല്ലാവരും സമയം കിട്ടുന്ന പോലെ ഇവിടെ നിന്ന് കാണുക. കാരണം ഇവിടെ ഈ നല്ല കാറ്റാണ്. പിന്നെ ഇവിടെ വണ്ടി കൊണ്ട് വരുന്നവരൊക്കെ സൂക്ഷിക്കണം. കാരണം ഇതിൽ നിറച്ച കുപ്പി പൊട്ടിച്ചിട്ടുണ്ട്. മദ്യക്കുപ്പി ഗ്ലാസ്സായിട്ടും ഒക്കെ പൊട്ടിച്ചിട്ടേക്കാണ്. അപ്പോൾ വണ്ടി വരുമ്പോൾ നല്ല ടയറുള്ളവർ മാത്രമേ വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാവുള്ളൂ. പിന്നെ കുപ്പിച്ചില്ലിലേക്ക് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ക്യാമ്പ് ഫയർ നടത്തിയാന്ന് തോന്നുന്നു. ഇവിടെ നിറച്ച് കരി കിടന്നുണ്ട്. ആളുകൾ ക്യാമ്പ് ഫയർ നടത്തിയാന്ന് തോന്നുന്നു. അപ്പോൾ അതേ കാണുന്നതാണ് പക്ഷിപ്പാതാളം. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ നിന്ന് വണ്ടി നമുക്ക് പാർക്കിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കയറി വരുന്ന വഴി ഒരിച്ച് മണ്ണിട്ട വഴി അതിലിച്ച് ഡിഫിക്കൽട്ടാണില്ല കയറി വരാൻ. എന്നാലും നല്ല സുരക്ഷിതമായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്നുള്ള ഇങ്ങനെ സൈഡിലേക്കുള്ള വ്യൂ വളരെ മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരുവാണെങ്കിൽ നല്ല രീതിയിൽ കാണാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ടാണ് അവിടെ ഒരു മലയിൽ തീ ഇടുന്നത്. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പക്ഷിപാതത്തിലെ കാഴ്ചയിലേക്ക് പോകാം. ഇതാണ് ഞങ്ങൾ വന്ന വഴി. മേലോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് വേണമെങ്കിൽ പോവാം, പക്ഷെ റിസ്ക് എടുക്കണം ഇച്ചിരി. അതുകൊണ്ട് ഞങ്ങൾ എങ്ങാനും കൊണ്ട് വീണാലോ എന്ന് കരുതി ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതിയില്ല, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതി ഞങ്ങൾ കയറി നടന്നു പോവാണ്. ഇതിലെങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ കാണിച്ചു. ഓഫ് റോഡ് വഴിയാണ്. വേണേ വരാം, പക്ഷെ എന്തിനാ റിസ്ക് എടുക്കണേ? അപ്പം ഇവിടെ വരെ വന്നപ്പോൾ വഴി ഒത്തിരി ഉണ്ട്, ഒത്തിരി. അപ്പോൾ പിന്നെ വണ്ടി റിസ്ക് എടുത്ത് കയറ്റിക്കൊണ്ട് വരാൻ തീരുമാനിച്ചു. നോക്കാം.
സൈഡ് നോക്കണേ. തിരിച്ചൊക്കെ നോക്കണേ. അടി അടി അടി. കറങ്ങുവാണ് ചേർത്തേ. ഇതാണ് പക്ഷിപ്പാതാളല്ലേ? അപ്പോൾ ഗൈസ് ഇതാണ് പക്ഷിപ്പാതാളം നമ്മളിവിടെ കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഇവിടെ മൊത്തം തീയിട്ട് മൊത്തം വളമായിട്ടിരിക്കും. ഇവിടെ പുല്ല് ഉണങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ വരാൻ വഴി കാണാൻ പറ്റുള്ളൂ. മറ്റേ പുല്ല് മൊത്തം മൂടി നിൽക്കുമായിരിക്കും. നമ്മൾ പ്രതീക്ഷ വന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. ഭയങ്കര വെയിലാണ് അല്ലേ? നമ്മളിവിടെ തിരിച്ച് കയറി പോവാം. താഴോട്ട് കൊക്കയാണ് കാണണമെങ്കിൽ പാടാം. അപ്പോൾ മുഴുവൻ കത്തിച്ചിട്ടേക്കൊണ്ട് തെന്നി കിടക്കുക. ഇനി പുറത്ത് നമ്മളെ കൂടെ കഴിയുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നായിരുന്നു. ഇത് ചിലപ്പോൾ വേണമല്ലോ. അപ്പം മുട്ട, തോരൻ, ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി, പിന്നെ പയർ മെഴുക്കുവരട്ടി. ഞങ്ങൾ ചാറ് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാൻ തരുന്നതാണ്. പക്ഷേ ഞങ്ങൾ മറന്നുപോയി. മീൻ കറിയോ മീൻ വറുത്തോ എല്ലാം മേടിക്കാൻ തരുന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാം ഞങ്ങൾ മിസ്സാക്കി. ഞങ്ങളിങ്ങനെ മുട്ടയുണ്ടാകും. ഡബിൾ വേണം പ്ലേറ്റ്.